നമസ്കാരം. മഹാരാഷ്ട്ര മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഇലക്ഷൻ ഫലം വരുമ്പോൾ BJP നേതൃത്വം നൽകുന്ന മഹായുദ്ധി സഖ്യത്തിന് വൻ വിജയങ്ങളാണ്. അത് മുംബൈ ആയാലും താനെ ആയാലും പൂനെ ആയാലും നാഗ്പൂർ ആയാലും ഒക്കെ BJP നേതൃത്വം നൽകുന്ന സഖ്യത്തിന് വലിയ മുന്നേറ്റം എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. തന്നെ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഫലമറിയുന്ന 166 സീറ്റുകൾ, ഫലം വന്നുകൊണ്ടിരിക്കുന്ന 166 സീറ്റുകളുടെ വാർഡുകളുടെ ഫലം വരുമ്പോൾ BJP ഷിൻഡെ സഖ്യത്തിന് 83 വാർഡുകളാണ്. 83 ഇടങ്ങളിൽ BJP ഷിൻഡെ സഖ്യമാണ്. 67 ഇടങ്ങളിൽ മാത്രമാണ് താക്കറെ ബ്രദേഴ്സിൻ്റെ, രാജ് താക്കറയുടെയും ബാൽ താക്കറെയും NCP നേതൃത്വം നൽകുന്ന മുന്നണിക്കുള്ളത്. കേവലം 67 ഇടങ്ങളിൽ മാത്രമാണ്. ആ ഒരു രീതിയിൽ, അതായത് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ 75,000 കോടി രൂപയുടെ ബഡ്ജറ്റ് വർഷാവർഷം വരുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേഷനായിട്ടുള്ള ബൃഹൻ മുംബൈ കോർപ്പറേഷനിൽ അത് ഒരു കാലത്ത് താക്കറെ ശിവസേനയുടെ ഏറ്റവും വലിയ കോട്ടയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അവിടെയാണ് ഈ രീതിയിൽ ബാൽ താക്കറെയും ഉദ്ധവ് താക്കറെയും നേതൃത്വത്തിലുള്ള സഖ്യങ്ങൾ പിന്നോട്ട് പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ NCP ഉൾപ്പെടെയുള്ള സഖ്യങ്ങൾ പിന്നോട്ട് പോയിരിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പിന്നോട്ടടിയാണ് ഇവർ നേരിട്ട് കൊണ്ടേയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഇടങ്ങൾ, ഇപ്പോൾ കല്യാൺ ദോംബിവാലിയിൽ BJP ശിവസേന സഖ്യത്തിന് 20 സീറ്റുണ്ട്. മറ്റ് കോൺഗ്രസിനായാലും അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെ ബാൽ താക്കറെ പക്ഷത്തിനായാലും സീറ്റുകളൊന്നുമില്ലാത്ത ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലെല്ലാം തന്നെ, ഇപ്പോൾ നാഗ്പൂർ എടുത്താലും പിംപ്രി ചിഞ്ചിവാഡ് എടുക്കുമ്പോഴും അവിടെ BJPക്ക് 31, NCP SP 7 സീറ്റ്. അതോടൊപ്പം തന്നെ ബാൽ താക്കറെ ഉദ്ധവ് താക്കറയ്ക്കും അവിടെ വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് 1 സീറ്റ് മാത്രമാണ് പിംപ്രി ചിഞ്ചിവാഡ് മേഖലയിൽ ലഭ്യമായിരിക്കുന്നത്. അങ്ങനെ വലിയ തിരിച്ചടിയാണ് മഹാരാഷ്ട്ര മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഉടനീളം കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ ബാൽ താക്കറെ ഉദ്ധവ് താക്കറെ സഖ്യത്തിന് ലഭിച്ചിരിക്കുന്നത്. വലിയ തിരിച്ചടിയാണ്. ഒരു സർവൈവലിന് വേണ്ടിയിട്ട്, എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പോരാട്ടത്തിൽ പോലും വലിയ തിരിച്ചടിയാണ് മഹാരാഷ്ട്രയിൽ ഇവർക്ക് ലഭിക്കുന്നത്. അത് എല്ലാ മേഖലകളിലും. ഇപ്പോൾ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിലാണ് വലിയ തിരിച്ചടി അവർക്ക് നേരിട്ടിരിക്കുന്നത്. അതായത് ഒരു കാലത്ത് ഏറ്റവും വലിയ കോട്ടയായിട്ട് അറിയപ്പെട്ടിരുന്ന ഒരു മേഖലയാണ് ഇത്. ശിവസേനയുടെ ഏറ്റവും വലിയ കോട്ടയായി അവിടെയാണ് ഈ രീതിയിൽ പിന്നോട്ട് പോയിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടേയിരിക്കുന്നത്. താനെയിൽ BJP നേതൃത്വം നൽകുന്ന BJP ഷിൻഡെ പക്ഷത്തിന് ഫലമറിയുന്ന 15 സീറ്റിലും BJP ഷിൻഡെ പക്ഷമാണ് ഇപ്പോൾ വരുന്നത്. മറ്റ് ബാൽ താക്കറെ ഉദ്ധവ് താക്കറെ ഒന്നും ചിത്രത്തിലേ ഇല്ല, NCP ചിത്രത്തിലേ ഇല്ല. അങ്ങനെ വലിയ തിരിച്ചടിയാണ് ഇവർക്ക് ലഭിക്കുന്നത്. BJP ഷിൻഡെ പക്ഷം, മഹായുതി സഖ്യം കുതിച്ചു പായുന്ന ഒരു ലക്ഷണങ്ങളാണ് ഇപ്പോൾ മഹാരാഷ്ട്ര മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷനിൽ ഉടനീളം നമുക്ക് ദൃശ്യമാകുന്ന ഒരു കാഴ്ച. താനെയിൽ 15 ഇടങ്ങളിൽ, ഫലമറിഞ്ഞു തുടങ്ങുന്ന 15 ഇടങ്ങളിൽ ഇവർ ലീഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. BJP ഷിൻഡെ സഖ്യമാണ് ലീഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ തിരിച്ചടി നേരിടുമ്പോൾ തന്നെ താനെയിലും മറ്റിടങ്ങളിലെല്ലാം, പൂനെയിലും നാഗ്പൂരിലും ഒക്കെയും വലിയ തിരിച്ചടിയാണ് ഈ സഖ്യം നേരിടുന്നത്. ഇനി പൂനെയിലേക്ക് പോയാൽ, പൂനെയിൽ ഫലമറിഞ്ഞു തുടങ്ങുന്ന 45 ഇടങ്ങളിലും 55 ഇടങ്ങളിൽ 45 ഇടങ്ങളിലും BJP ഷിൻഡെ സഖ്യമാണ്, മഹായുതി സഖ്യമാണ് മുൻപിൽ. അവിടെ അജിത് പവാറിന് 6 സീറ്റുകളോളമുണ്ട്. ബാക്കി NCPയുടെ SP ശരത് പവാർ വിഭാഗത്തിന് സീറ്റുകളൊന്നുമില്ല. മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന ബാൽ താക്കറെ ഉദ്ധവ് താക്കറെ പക്ഷത്തിന് കേവലം 4 സീറ്റ് മാത്രമാണ് പൂനെയിലുള്ളത്. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ പോലെ തന്നെ പൂനെയും ഒരു കാലത്ത്
ശിവസേനയുടെ കോട്ടയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. അവിടെയാണ് ഇപ്പോൾ 4 സീറ്റിലേക്ക് ചുരുങ്ങിയിരിക്കുന്നത്. ആ രീതിയിൽ വലിയ തിരിച്ചടി മഹാരാഷ്ട്രയിൽ ഉടനീളം എക്സിറ്റ് പോളുകൾ ഒക്കെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ ഉടനീളം വലിയ തിരിച്ചടിയാണ് ഈ ഉദ്ധവ് താക്കറെ ബാൽ താക്കറെ പക്ഷത്തിന് നേരിട്ടിരിക്കുന്നത് എന്നുള്ളൊരു കാഴ്ചയാണ് മഹാരാഷ്ട്ര മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷനിൽ കാണുന്നത്. തീർച്ചയായിട്ടും വരും മണിക്കൂറുകളിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.